ഇത് നമ്മുടെ ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹായിയുമായ ഷിജോ ചേട്ടന് നൽകിയ വീടാണ്. നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എരുവേലി എന്ന സ്ഥലത്ത് ഹാർമണി വില്ലാസിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വീട് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹായിയുമായ ഷിജോ ചേട്ടന് നൽകിയ വീടാണ്. ഈ വീടിന് പേര് നൽകിയിരിക്കുന്നത് പോലും ശ്രീ ലയം എന്നാണ്. അദ്ദേഹം സമ്മാനിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള സ്നേഹസൂചകമായാണോ ഈ ഒരു പേര് നൽകിയതെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം ചെയ്ത നന്മകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു വീട് എന്നുള്ളത്. ഈ പറയുന്ന അദ്ദേഹത്തിന് ഈ ഡ്രൈവറായ അല്ലെങ്കിൽ സഹായമായി നിൽക്കുന്ന ഷിജോ ചേട്ടന് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു 2 നില വീടാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് കൂടിയും അദ്ദേഹം താമസിക്കുന്നത് ഇവിടെയല്ല. ശ്രീനിവാസ സാറിന്റെ ഔട്ട് ഹൗസിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അതായത് ശ്രീനിവാസ സാറിനാണെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫിനാണെങ്കിലും എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കണം, അല്ലെങ്കിൽ ഒരാൾ സഹായം അവിടെ വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും ഒരു നല്ലൊരു വീട് ലഭിച്ചിട്ടും അവിടെ തന്നെയാണ് ഇപ്പോഴും അവർ താമസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം സഹായം ചെയ്തിട്ടും അല്ലെങ്കിൽ ആ സഹായം ഉപകാരപ്പെടുത്തുന്നതിന് പകരം ആ സഹായിച്ച ആളെ എത്രത്തോളം സേവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് സഹായമാകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴും ആ ചേട്ടനാണെങ്കിലും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രീനിവാസ സാറിൻ്റെ ചിത്രത്തിലെ ഡയലോഗുകളും അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ തിരക്കഥയിലെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിലുപരി അദ്ദേഹം സാധാരണക്കാരായ തന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു വീടെന്ന് പറയുന്നത് തന്നെ. ഒന്ന് ചിന്തിക്കാൻ പോലും ആകുമോ? നമുക്കൊരു കുറേയേറെ വർഷമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്, നമുക്കൊരു സഹായമാകുന്നുണ്ട്, പക്ഷെ അവർക്കായിട്ടൊരു വീട് വെച്ച് നൽകണം, അല്ലെങ്കിൽ അവർക്കായിട്ടൊരു സ്ഥലം വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം വലുതാണ് എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു വീടെന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ശ്രീനിവാസ സാറിൻ്റെ അതേ മനസ്സ് പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഷിജോ ചേട്ടൻ്റെ കാര്യവും തന്നെ പറയേണ്ടി വരും. ഇത്രത്തോളം സൗകര്യമുള്ളൊരു വീടും ഒക്കെ ലഭിച്ചിട്ടും ഇപ്പോഴും ആ ഔട്ട് ഹൗസിൽ തന്നെ താമസിച്ച് അദ്ദേഹത്തിന് ശ്രീനിവാസ സാറിനും ഫാമിലിക്കും ഒരു സഹായമായി നിൽക്കുന്നതിന്. എന്തായാലും അദ്ദേഹം മരണപ്പെട്ടിട്ടും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കഥകളും ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്ത നന്മകളും ഇവിടെ മായാതെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത്, ജീവിച്ചിരുന്ന കാലത്ത് ചേർത്ത് നിർത്തിയവരെല്ലാം തന്നെ വിശ്വസിക്കാവുന്നവരും അതുപോലെ തന്നെ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുമായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഡ്രൈവറും സഹായമായ ഷിജോ ചേട്ടനാണെങ്കിലും കൃഷിയുടെ കാര്യമൊക്കെ നോക്കി നടത്തി അദ്ദേഹത്തിനോടൊപ്പം തന്നെ അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്ന മനു ഫിലിപ്പ് ചേട്ടനാണെങ്കിലും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും വേണ്ട സഹായവുമായി അവരെങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതായത് മനസ്സിലാകുന്നുണ്ട്, ചേർത്ത് നിർത്തിയവരെ ആരെയും അല്ലെങ്കിൽ ചേർത്ത് നിർത്തിയതൊന്നും വെറുതെ ആയില്ല. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായത്തിനായി നിന്നവരായിക്കോട്ടെ, അവരാരും തന്നെ വെറുതെ ആയിരുന്നില്ല. അദ്ദേഹം ചേർത്ത് നിർത്തിയവർ അദ്ദേഹത്തിന് അത്രയധികം വേണ്ടപ്പെട്ടവർ തന്നെയായിരുന്നു. മരണപ്പെട്ടിട്ടും അദ്ദേഹം നമുക്ക് തന്ന ചിത്രങ്ങളാകട്ടെ, കഥകളാകട്ടെ, ഓരോരോ ഡയലോഗുകളാകട്ടെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്ത നന്മകളും ഇപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഇനി അദ്ദേഹം മരണപ്പെട്ട എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ചെയ്ത നന്മകളൊന്നും ഒരിക്കലും ഈ പറയുന്ന ആരുടെയും മനസ്സിൽ നിന്ന് മായുന്നതായിരിക്കില്ല.